അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയ കാര്യമെന്ന് തോന്നുന്ന ഒരു വലിയ കാര്യം പറയുവാനാണ്. ഇതിന്റെ നേട്ടങ്ങൾ വളരെ വലുതാണ്. വായനാശീലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ് നമുക്ക് എല്ലാവർക്കും വായനാശീലം. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഇലക്ട്രോണിക് മാധ്യമത്തിന്റെ കടന്നുകയറ്റത്തിൽ നമുക്കെല്ലാം വായിക്കാനുള്ള സമയമോ ക്ഷമയോ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? ഇന്നിപ്പോൾ കഥകൾ പറയുവാനോ അത് കേൾക്കുവാനോ അല്ലെങ്കിൽ അത് വായിക്കുവാനോ ഉള്ള ക്ഷമയോ സമയമോ ഒന്നും ആർക്കുമില്ല. എല്ലാവരും തിരക്കിലാണ് ഇപ്പോൾ. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. നമ്മൾ ചെറുപ്പത്തിൽ ശീലിക്കുന്ന പ്രവർത്തികൾ ഏത് സാഹചര്യത്തിലായാലും നമ്മൾക്കൊപ്പം തന്നെ ഉണ്ടാകും. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികളോട് വായിക്കുവാൻ ഉപദേശിക്കുവാനോ അത് പറയുവാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല. എല്ലാവരും ഓരോരോ തിരക്കുകളിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കാഴ്ചപ്പാടിൽ കുഞ്ഞുങ്ങളുടെ മനസ്സെന്ന് പറയുന്ന ഒരു ക്ലേ പോലെയാണ്. തുടക്കത്തിൽ അത് മോൾഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷെ അത് നമ്മൾ കാലക്രമേണ സെറ്റായി വരും. അത് സെറ്റാകും മുമ്പ് ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു വാല്യൂസ് അതെന്നും അവരുടെ ക്യാരക്ടറിൽ പ്രകാശിക്കും. ഇങ്ങനത്തെയൊക്കെ ഈ മോറൽ വാല്യൂസ് ശരിക്കും നമ്മളുടെയൊക്കെ പ്രായക്കാർക്ക് മനസ്സിലാകും. പണ്ടൊക്കെ നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ മുതിർന്നവർ കഥകൾ വായിക്കുകയും അതിലെ ഗുണപാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആമയുടെയും മുയലിന്റെയും കഥ, കുരങ്ങന്റെയും മുതലയുടെയും കഥ, പഞ്ചതന്ത്ര കഥകൾ, ഇങ്ങനെ ഒരുപാട് കഥകളൊക്കെ നമ്മൾ കേട്ട് വളർന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഈ ഓരോ കഥയുടെ പിന്നിലും ഓരോ ഗുണപാഠങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനോടനുബന്ധിച്ച് കുറച്ചു നേരം നമുക്ക് നമ്മളുടെ മൊബൈൽ ഫോണും ടിവിയും കമ്പ്യൂട്ടറും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് കുടുംബസമേതം കൊച്ചു മക്കളോടൊത്ത് ചെലവഴിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എൻചാന്റിക്കോ എന്ന് പറയുന്ന ഒരു ബുക്ക് സബ്സ്ക്രിപ്ഷൻ സർവീസ് ആണ്. ഇവരൊരു മുംബൈ ബേസ്ഡ് ഒരു കമ്പനിയാണ്. ഇവർ നമ്മുടെ പ്രീമിയം ബുക്ക് പബ്ലിഷേഴ്സായ പെൻഗ്വിൻ ബുക്സ്, ഹാർപ്പർ കോളിൻസ് ഒക്കെ ആയിട്ടാണ് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ മാസവും നമുക്ക് 2 ബുക്ക്, അറ്റ്ലീസ്റ്റ് 2 ബുക്സും പിന്നെ ഒരു ആക്ടിവിറ്റിയും കൂടെയാണ് ഇവർ അയച്ചു തരുന്നത്. ഇവർക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നത് 3 months ഉണ്ട്, 6 months ഉണ്ട്, 12 months ഉണ്ട്. അങ്ങനെ പല സബ്സ്ക്രിപ്ഷൻ ബോക്സാണ് വരുന്നത്. ഒരു ബോക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അറൗണ്ട് 1500 rupees എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ 3 months ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റേതായ ഡിസ്കൗണ്ട് വരും. അറൗണ്ട് 3600 എന്തോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എൻചാന്റിക്കോ ഇത് ആക്ച്വലി ഇതിപ്പോൾ ഓഗസ്റ്റ് ബോക്സാണ്. ഇത് നമ്മുടെ ഓഗസ്റ്റ് 2nd വീക്കായപ്പം എനിക്ക് കിട്ടിയ ബോക്സ് ആയിരുന്നു. പക്ഷേ അപ്പോഴാണ് ഫ്ലഡ് വന്നതും പിന്നെ അതിന് ശേഷം എനിക്കിത് ഫീച്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു നോട്ടുണ്ട്, അതായത് ഈ ബോക്സിൽ വരുന്ന ബുക്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഇതിലിപ്പം 2 ബുക്സാണുള്ളത്. അതിൽ ചെറിയൊരു റൈറ്റപ്പ് ഉണ്ട് ബുക്കിനെ കുറിച്ച്. അതിന് കൂടാതെ ഇതാണ് അതിൽ വരുന്ന ആക്ടിവിറ്റി. അപ്പോൾ ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് യൂഷ്വലി ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതേ തീമിലുള്ള ആക്ടിവിറ്റിയാണ് ഇതിലപ്പോൾ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ചുമൊരു പ്ലാസ്റ്റിക് റാപ്പ് മാത്രമാണ്, വേറെ ഇമ്പാക്റ്റ് ഒന്നും വരാതിരിക്കാനായിട്ട്. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റിയുടെ ആക്ടിവിറ്റി ഓഫ് ദ മന്ത്. ഇതിൽ തന്നെ ഒരു ഗ്ലൂ ഉൾപ്പെടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ആക്ടിവിറ്റിക്കുള്ള പെയിൻറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു ബാഡ്ജ് ഉണ്ട്. ഉണ്ടോ, എൻചാന്റിക്കോടെ തന്നെ ഒരു ലേപ്പൽ ബാഡ്ജ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്കൊരു പോസ്റ്റ് കാർഡ് പോലത്തെ ഒരു ഐറ്റം ഉണ്ട് എൻചാന്റിക്കോടെ തന്നെ. പിന്നെ ഈ 2 ഇതെന്ന് പറയുന്നത് ഈ ബുക്ക് എഴുതിയ ഓഥറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ചെറിയൊരു മീസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ബുക്ക്. ഇതിൽ 250 rupees എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഇല്ലസ്ട്രേറ്റഡ് ബുക്കാണ്. ഇതൊരു ഹാർഡ് ബൗണ്ട് ബുക്കാണ്. മാക്സ് ചാമ്പ്യൻ ആൻഡ് ദ റേസ് കാർ റോബറി. ഇതും പ്രൈസ് അറ്റ് അറൗണ്ട് 229. കണ്ടോ, ഇത് ബ്ലൂംസ്ബറിയാണ് എൻ്റെ പബ്ലിഷർ. ഇത് വന്നിട്ട് ഇത് വാക്കറാണ്. രണ്ടും നല്ല പ്രോമിനൻറ്റ് പബ്ലിഷേഴ്സാണ്. ഇതും
സെമി ഇല്ലസ്ട്രേറ്റഡ് ബുക്കാണ്. ഇതെല്ലാം ബുക്ക് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. വാൾപേപ്പേഴ്സ് പോലത്തെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇതാണ് ഈ ബോക്സിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ബോക്സ് വെച്ച് നമുക്ക് നല്ലൊരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർ ഇത് അയച്ചു തന്നിരിക്കുന്നത്. ഇതിപ്പം ഏജ്ഡ് 7 to 8 years ഉള്ള ഏജിനുള്ള ബോക്സാണിത്. അപ്പം ഇതിലിപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഇതിലിപ്പോൾ 2 ബുക്സ് ഉണ്ട്, അത് കൂടാതെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഇതിലപ്പം ഇത് കൂടാതെ ഈ ആക്ടിവിറ്റിക്കുള്ള എല്ലാ ഐറ്റംസും ഈ ബോക്സിൽ തന്നെയുണ്ട്. അത് കൂടാതെ തന്നെ ഈ ബുക്കിനെ കുറിച്ചുള്ള മിനി റൈറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഓഥറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആ പാംപ്ലെറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ട്രൈ ഔട്ട് ചെയ്യുക. നമ്മൾ ഇന്ന് ആരാണെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഇന്നലെ വായിച്ച കഥകളും അനുഭവങ്ങളുമാണ്. വായനാശീലത്തെക്കുറിച്ച് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രമാത്രമാണ് അതിൻ്റെ ഗുണങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലേ വളയും.